അപ്പൊ ഞാൻ ദേവിക. ഇന്ന് നമ്മള് ബാക്കിയുള്ള സെഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ തീം 4 ആണ് നമ്മൾ പഠിക്കാൻ റിവൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ 18th സെഞ്ച്വറി സ്റ്റേറ്റ്സ് ആണ് നോക്കുന്നത്. അപ്പൊ ഈ ബ്ലോക്കിന്റെ ഒരു റോഡ് മാപ്പ് നോക്കുമ്പോഴത്തേക്കും യൂണിറ്റ് 18 എന്ന് പറയുന്ന ഡീൽ ചെയ്യുന്നത് 18th സെഞ്ച്വറി പോളിറ്റീസിന്റെ കാര്യങ്ങളാണ്. അവിടെ നമ്മൾ നോക്കുന്നത് മെയിൻ ആയിട്ടും മുഗളിന്റെ ഡിക്ലൈൻ എങ്ങനെ സംഭവിച്ചു, പിന്നീട് ഉണ്ടായ സക്സസർ സ്റ്റേറ്റ്സ് ആരൊക്കെയാണ്, റീജിയണൽ പവേഴ്സ് വന്നത് ആരൊക്കെയാണ് എന്നുള്ളതാണ്. പിന്നെ യൂണിറ്റ് 19ലേക്ക് കടക്കുമ്പോഴത്തേക്കും 18th സെഞ്ച്വറി പോളിറ്റീസ് 2 തന്നെയാണ്. അവിടെ അടുത്ത സെഷന്റെ ആംഗ്ലോ ഫ്രഞ്ച് റൈവൽറി നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കോൺക്വസ്റ്റ് എല്ലാം ഡിസ്കസ് ചെയ്യും. പിന്നെ കമ്പനി രാജ് എങ്ങനെയാണ് ഫോം ചെയ്തത് എന്നുള്ളതുമാണ് നോക്കുന്നത്. അപ്പൊ ഈ ഒരു ടീമിൽ നമ്മൾ മെയിൻലി അനലൈസ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു മുഗൾ എംപയറിൽ നിന്നും എങ്ങനെ ആ ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ഫ്രാഗ്മെന്റഡ് ആയി പോയി റീജിയണൽ പോളിറ്റീസിലോട്ട് ഉള്ളതെന്നുള്ളതാണ് നോക്കുന്നത്. പിന്നീട് ബ്രിട്ടീഷ് കൊളോണിയൽ സൂപ്രീമസി നമ്മൾ അനലൈസ് ചെയ്യും. റിവിഷൻ സെഷന് വേണ്ടിയിട്ട് യൂണിറ്റ് 18, 19 എക്സാക്ട്ലി SLM പോലെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഈസി ആയിട്ട് പോയിന്റ്സ് നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർത്തിരിക്കാനായിട്ട് പറ്റും. അപ്പൊ യൂണിറ്റ് 18ലെ 18th സെഞ്ച്വറി പോളിറ്റീസ് 1 നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ മുഗൾ എംപയറിന്റെ കോസസ് ഓഫ് ഡിസിന്റഗ്രേഷൻ എന്തൊക്കെയായിരുന്നു, അതിന്റെ ഒരു ഇൻട്രൊഡക്ഷന് ശേഷം പിന്നീട് നമ്മൾ നോക്കാൻ പോകുന്നത് ലേറ്റർ മുഗൾ റൂളേഴ്സ് ആയിട്ടുള്ളവര്, സലാറ്റിൻ പ്രിൻസസ്, പിന്നെ കോർട്ട് റൈവൽറീസ് ഉള്ളത്, പിന്നീട് റീജിയണൽ കിങ്ഡംസ് വരാൻ തുടങ്ങി സക്സസർ സ്റ്റേറ്റ്സ് ആയിട്ട് രജ്പുത്സ്, മറാത്സ്, ജാർസ് ആൻഡ് സിഖ്സ്. പിന്നീട് ഫോറിൻ ഇൻവേഷൻ നടക്കുന്നത് നാദിർഷാ, അക്ബാലി ഒക്കെ ആയിട്ട്. പിന്നെ നമ്മൾ കീ ടേംസ് കുറച്ച് ഡിസ്കസ് ചെയ്യും. ആദ്യം നമ്മൾ നോക്കുന്നത് ശരിക്കും ഡിസിന്റഗ്രേഷൻ ഓഫ് മുഗൾ എംപയർ എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവും കോസസും നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും പല വ്യൂ പോയിന്റ്സ് ഉണ്ട്, പല തിയറീസ് ഉണ്ട് ഇതിനെ കുറിച്ചിട്ട് എന്തുകൊണ്ടാണ് മുഗൾ എംപയർ ഡിസിന്റഗ്രേറ്റ് ആയത് എന്നുള്ളത്. ഫസ്റ്റ് പറയുന്നത് എന്താന്ന് വെച്ചാൽ നാഷണലിസ്റ്റ് അല്ലെങ്കിൽ കൊളോണിയൽ ഒരു പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ അതിന് പ്രോപ്പണൻസ് ആയിട്ട് പറയുന്നത് ശ്രീരാം ശർമ്മ, ജജുനാഥ് സർക്കാരൊക്കെയാണ്. ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഔറംഗസീബിന്റെ പോളിസീസ് കാരണം ആണ് മുഗൾ എംപയർ ഡിസിന്റഗ്രേറ്റ് ആവാനായിട്ട് കാര്യം സംഭവിച്ചതെന്നുള്ളതാണ്. ഇവിടെ അദ്ദേഹത്തിന്റെ റിലീജിയസ് ഫാനറ്റിസിസം ആണ് ഇതിനെല്ലാത്തിനും കാരണമായതെന്നുള്ളതാണ്. അവിടെ ജിസ്യ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ടെമ്പിൾസ് ഡിസ്ട്രക്ട് ചെയ്യാൻ തുടങ്ങിയത്, ഇതെല്ലാം കാരണം ഹിന്ദുസിന് എഗൻസ്റ്റ് ഒരു പോളിസീസ് വരുന്ന സമയത്താണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടായി മുഗൾ എംപയർ ഡിസിന്റഗ്രേറ്റ് ആയെന്നുള്ളതാണ്. രജ്പുത്സും മറാത്സും സിഖ്സും ഇതിന് എഗൻസ്റ്റ് റിയാക്ഷൻ ഉണ്ടായി മുഗൾസിന് എഗൻസ്റ്റ്. അതേപോലെ തന്നെ ഔറംഗസീബിന്റെ മുഗൾ എംപയറിന്റെ സക്സസേഴ്സ് വീക്ക് ആയിരുന്നു, അതും കാരണമാണെന്നുള്ളതാണ് ഒരു തിയറി വ്യൂ പോയിന്റ് പറയുന്നത്. രണ്ടാമത്തെ ഒരു പോയിന്റ് വരുന്നത് മാർക്സിസ്റ്റ് അല്ലെങ്കിൽ എക്കണോമിക് പെർസ്പെക്റ്റീവിലാണ്. മുഗൾ എംപയറിനെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ലൈക്ക് ഇർഫാൻ ഹബീബ്, സതീഷ് ചന്ദ്രയുടെ വർക്സിലൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മുഗൾ എംപയർ മെറ്റീരിയലിസ്റ്റിക് ഡിക്ലൈൻ ഉണ്ടായി. അവിടെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ജാഗ്രതാരി സിസ്റ്റം അല്ലെങ്കിൽ മൻസബ്ദാരി സിസ്റ്റം അവിടെ ക്രൈസിസ് സംഭവിച്ച സമയത്ത് അഗ്രേറിയൻ ക്രൈസിസ് ഉണ്ടായി, റവന്യൂ ഡിമാൻഡ്സ് വരാൻ തുടങ്ങി. അപ്പൊ അതെല്ലാം കാരണം ഈ അഗ്രേറിയൻ ഇഷ്യൂ ഉണ്ടാകുന്ന സമയം തന്നെ റിവോൾട്ട്സ് വരാൻ തുടങ്ങി. അതേപോലെ പെസൻസ് എല്ലാം കൂടി റെബൽ ചെയ്യാൻ തുടങ്ങി മുഗൾ എംപയറിന് ശേഷം. അപ്പൊ ആ ഒരു കാലഘട്ടത്തെ ഒരു ഡാർക്ക് ഏജ് ആയിട്ടാണ് ശരിക്കും ഇവര് കാണുന്നത്. ഇനി വേറൊരു വ്യൂ പോയിന്റ് വരുന്നത് റിവിഷനിസ്റ്റ് വ്യൂ പോയിന്റ് ആണ്. അത് വരുന്നത് ക്രിസ്റ്റഫർ ബെയിലിൽ, തപാൻ റായ് ചൗധരി ആൻഡ് മുസാഫർ അലി. ഇവിടെ ഒരു പെർസ്പെക്റ്റീവില് മുഗൾ എംപയർ എങ്ങനെ ഡിസിന്റഗ്രേറ്റ് ആയി എന്ന് പറയുമ്പോൾ ഇതൊരു പെട്ടെന്നുണ്ടായ ഒരു
ഒരു പെട്ടെന്ന് നമുക്ക് പിൻ പോയിന്റ് ചെയ്ത് കാരണങ്ങൾ പറയാൻ പറ്റുന്നില്ല. ഇതൊരു സെഞ്ചുറി ഓഫ് ഗ്രോത്ത് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഈ ഡിക്ലൈൻ സംഭവിച്ചു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എക്കണോമിക്കലി മൊത്തത്തിൽ ഡിവാസ്റ്റേറ്റ് ആയി പോയിട്ടില്ല ശരിക്കും മുഗൾ എംപയർ എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. ഇവിടെ എലിമെന്റ്സ് ഓഫ് കണ്ടിന്യൂറ്റി പ്രിവെയിൽഡ്, അതായത് ആ ഒരു കാലഘട്ടം മൊത്തത്തിൽ മുഗൾ എംപയർ ഒരു ഡാർക്ക് ഏജ് എന്ന് പറയാൻ പറ്റത്തില്ല. അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റംസ് നല്ലതായിരുന്നു എന്നും അവർക്ക് ഉണ്ടായിരുന്ന ട്രേഡ് വിത്ത് സൂറത്ത് ആസ് വെൽ as കാലിക്കറ്റ് വളരെയധികം സ്ട്രോങ് ഡൈനമിക് ആയിരുന്നു എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അതേപോലെ അവിടുത്തെ റീജിയണൽ സോഷ്യോ എക്കണോമിക് ഫങ്ഷൻസും ബെറ്റർ ആയിരുന്നു എന്നുള്ള ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പൊ അതാണ് ആ 3 പെർസ്പെക്റ്റീവ്. ഇനി ലേറ്റർ മുഗൾ റൂളേഴ്സിനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും പ്രിൻസസ് ആണ് വരുന്നത്. സലാറ്റിൻ, ഏലിയനേഷൻ ആൻഡ് അലയൻസസ് അവരുടെ. ഇപ്പൊ സലാറ്റിൻ എന്ന് പറഞ്ഞാൽ മെൻ ഓഫ് റോയൽ ബ്ലഡ്, പ്രിൻസസ് എന്ന് പറയുന്നത് ഡിസെൻഡൻസ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഓഫ് മുഗൾ അങ്ങനെ സാമ്രാജ്യം. ഇവിടെ ഇവരെന്താ ചെയ്തെന്ന് വെച്ചാല് റിബല്യനെ എഗൻസ്റ്റ് നിൽക്കുകയാണ് ചെയ്തത്. റിബല്യൻ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് ഒത്തവണ്ണമായിട്ട് അവർക്ക് മിലിറ്ററിയോ അഡ്മിനിസ്ട്രേറ്റീവോ സ്കിൽസോ ശരിക്കും ലേറ്റർ മുഗൾ റൂളേഴ്സിന് ഇല്ലായിരുന്നു. അവിടെ അതുകൊണ്ട് തന്നെ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ ഈ പവർഫുൾ ആയിട്ടുള്ള നോബിൾസ് എല്ലാം, നോബിൾ ക്ലാസ് ഏറ്റവും ആ ഒരു സെറ്റ് ഓഫ് റിച്ച് ക്ലാസ് ആൾക്കാർ ഇവരെ പപ്പറ്റ് റൂളേഴ്സ് ആയിട്ട് വെച്ചു. ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ എക്സാക്ട് പവേഴ്സ് ഇല്ലായിരുന്നു. എന്നിട്ട് അസേർട്ടീവ് ആയിട്ടുള്ള എംബറസ് എന്ന് വെച്ചാൽ ഇൻ കേസ് അവർക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവരെ റീപ്ലേസ് ചെയ്യുക. എന്നിട്ട് ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രിൻസസിനെ സലാറ്റിനെ ആണ് അവര് അതിന്റെ ടോപ്പ് പൊസിഷനിൽ റൂളേഴ്സ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ ഒരു ഇഷ്യൂ ആണ് കോർട്ട് റൈവൽറീസ് നടക്കുന്നത്. ഈ നോബിൾസ് തന്നെ, നോബിൾ ഗ്രൂപ്പ്സ് തന്നെ തമ്മിൽ പല പൊസിഷൻസിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. വാസന്റെ പൊസിഷൻ, നിർബക്ഷിയുടെ പൊസിഷൻ, പ്രൈൻസഷിപ്പ്, അതിനെ ഓരോ പൊസിഷൻസിനും വേണ്ടിയിട്ടും ഫൈറ്റിംഗ് ഉണ്ടായിരുന്നു തമ്മിൽ. ഇനി കിങ് മേക്കേഴ്സ് എന്ന് പറയുന്നതിൽ സായിദ് ബ്രദേഴ്സ് ആയിട്ടും ഇപ്പം അബ്ദുള്ള ഖാൻ, ഹുസൈൻ അലി ഖാൻ 1713 തൊട്ട് 1720 വരെ ഡോമിനേറ്റ് ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നു. പിന്നീട് ജഹാംഗീർ ഷാഹിനെയും ഫറൂഖ് സിയാറിനെയും ഡിപ്പോസ് ചെയ്യപ്പെടുന്നതും കാണാം. അപ്പൊ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഫാക്ഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് ഇപ്പൊ ഇറാനീസ്, ടുറാനീസ്, ഹിന്ദുസ്ഥാനീസ് എന്ന് പറയുന്നത് സെൻട്രൽ അഡ്മിനിസ്ട്രേഷനെ പാരലൈസ് ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ ഒരുപാട് ഇപ്പോ എംപറേഴ്സ് വന്നതിൽ തന്നെ കുറെ പേരെ കൊല്ലപ്പെട്ടു, കുറെ പേരെ ലൈക്ക് പപ്പറ്റ്സ് ആക്കി വെക്കുകയാണ് ചെയ്തത്. എക്സാമ്പിൾ ഇപ്പൊ അഹമ്മദ് ഷാ, അലാംഗീർ ടു, ഷാ ആലം ടു ഒക്കെ എക്സാമ്പിൾസ് ആയിട്ട് വരാം. രണ്ടാമത്തെന്ന് വെച്ചാൽ റീജിയണൽ കിങ്ഡംസ് വരാൻ തുടങ്ങി എന്ന് പറഞ്ഞല്ലോ. അപ്പം ഒരു പുതിയ പോളിറ്റി ശരിക്കും ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായി. സക്സസർ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് മുഗൾ പ്രൊവിൻഷ്യൽ ഗവർണേഴ്സ് തന്നെ ഉണ്ടാക്കിയ സക്സസർ സ്റ്റേറ്റ്സ് ആണ്. ഇവര് നോമിനൽ മുഗൾ അതോറിറ്റിനെ അക്നോളജ് ചെയ്യണം, പക്ഷേ അവർക്ക് കുറച്ച് ഇൻഡിപെൻഡൻസ് കൊടുക്കും. അങ്ങനെയുള്ളവരാണ് സക്സസർ സ്റ്റേറ്റ്സ് ആയിട്ട് വന്നത്. ഇതിൽ റെക്കഗ്നൈസ് ചെയ്ത് കൊടുത്തിരുന്നത് ബംഗാളിന്, അവധിന്, ഹൈദരാബാദിനുമാണ്. പിന്നീട് വരുന്നത് ഇത് സക്സസർ സ്റ്റേറ്റ്സ് പോലെ തന്നെ ഓട്ടോണോമസ് സ്റ്റേറ്റ്സ് എന്നുള്ളതാണ്. ഇവരെന്ന് പറഞ്ഞ സ്റ്റേറ്റ്സ് ദാറ്റ് ആക്റ്റീവ്ലി റെസിസ്റ്റഡ് മുഗളുടെ അതോറിറ്റി. എപ്പോഴും മുഗളുടെ അതോറിറ്റി റെസിസ്റ്റ് ചെയ്യുന്ന റീജിയണൽ പവേഴ്സ് ആയിരുന്നു മറാത്താസ്, സിഖ്സ്, ജാറ്റ്സ്, രജ്പുത്താന. അടുത്തത് മുഗൾ ലെജിറ്റിമസി എന്ന് പറയുന്നത് ഇപ്പൊ ഇവർക്ക് ഇൻഡിപെൻഡൻസ് കൊടുക്കുന്നുണ്ട് കുറച്ച് റീജിയണൽ സ്റ്റേറ്റ്സിന്, ഇപ്പൊ സക്സസർ സ്റ്റേറ്റ്സിന് കൊടുക്കുന്നു. റീജിയണൽ സ്റ്റേറ്റ്സ് പക്ഷെ കുറച്ചുകൂടി അവർ ഇൻഡിപെൻഡന്റ് കണ്ടിന്യൂഡ് ദ റിസൈറ്റിൽ ഓഫ് കുപ്പ, മിൻഡിങ് കോയിൻസ് എന്ന് വെച്ചാൽ ഈ മുഗൾ പറയുന്ന കാര്യങ്ങളെ, മുഗൾ എംപറർ പറയുന്ന കാര്യങ്ങളെ ധിക്കരിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് അഡോപ്റ്റിംഗ് മുഗൾ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് എസ് വെൽ. അംബിഷ്യസ് മുഗൾ ഗവർണേഴ്സ്, ഇവിടെ സക്സസർ സ്റ്റേറ്റ്സിന്റെ ഫോർമേഷൻ ആണ് പറയുന്നത്. ബംഗാൾ ആണ് ആദ്യം വരുന്നത്. ബംഗാളിന്റെ ഫൗണ്ടർ ആയിട്ട് ആരൊക്കെയാണ്? മുർഷിദ് ഖുലി ഖാൻ, അലിവർദി ഖാൻ കീ ഫിഗേഴ്സ് ആയിട്ട് പറയാം. പിന്നെ പൊളിറ്റിക്കൽ ഇവല്യൂഷൻ പറയുമ്പോഴത്തേക്കും ബംഗാളിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് ക്യാപിറ്റല് മുർഷിദാബാദിലേക്ക് ഷിഫ്റ്റ് ആവും. അതേപോലെ
1740 ബംഗാളില് അലിവർദി ഖാൻ യൂസഫ്ഡ് പവർ ലെജിറ്റിമൈസ് ബൈ ഒരു ഫാർമൻ ആഫ്റ്റർ പേയിങ് ദി എംപറർ 2 crores. അങ്ങനെയാണ് പവറിലേക്ക് വരുന്നത്. ഇനി ഔദ് എന്ന് പറയുന്നത് സാദത്ത് ഖാൻ, ബറാനുൽ മുൽക്ക്, സഫ്ദാർജു ഇവരാണ് മെയിൻ ആയിട്ടുള്ള കീ ഫിഗേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഔദ് എടുത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അത് ഓട്ടോണോമസ് ആയി ഇൻഡിപെൻഡന്റ് ആവുന്നത് 1722 ഇവിടെ സഫ്താർ ജുങ് ആണ് വാസറായിട്ട് മിനിസ്റ്റർ ആയിട്ട് 1748 വരുന്നത്. അദ്ദേഹം നവാബ് വാസിർസ് എന്ന് പറയുന്ന ടൈറ്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ഹൈദരാബാദിനെ എടുക്കുമ്പോഴത്തേക്കും ലൈക് കീ ഫിഗേഴ്സ് വരുന്ന നിസാമുൽ മുൽക്കും ആസഫ് ജായുവാണ്. ഇത് ഹൈദരാബാദിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് വരുന്നത് ഇപ്പോ 1724 പറയാം. മുബാറിസ് ഖാനെ ബാറ്റിൽ ഓഫ് സർക്കാർ ഖേദയിൽ ഡിഫീറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഹൈദരാബാദ് ഇവോൾവ് ആയി വരുന്നത്. ഇവര് മെയിൻലി ഫോക്കസ് ചെയ്ത ഏരിയ എന്ന് പറഞ്ഞാൽ ഡെക്കാൻ റീജിയൻ ആയിരുന്നു. എവേ ഫ്രം ഡൽഹിയുടെ പ്രോവിൻസിൽ നിന്ന് മാറിയിട്ട് ഡെക്കാൻ ഏരിയ ഫോക്കസ് ചെയ്താണ് ഹൈദരാബാദിന്റെ പ്രോവിൻസ് സക്സസർ സ്റ്റേറ്റ് റിവോൾവ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ രജ്പുത്സും ജാറ്റ്സുനെ കുറിച്ചിട്ടുമാണ് നോക്കുന്നത്. ഇവിടെ ഇന്റേണൽ ഡിസെൻഷൻസ് നടന്നിട്ടുണ്ട്, കുറച്ച് പെസന്റ് റിവോൾട്ട്സും സംഭവിച്ചു. ഇപ്പൊ രജ്പുത്തിന്റെ കാര്യം എടുക്കുവാണെങ്കിൽ ഇന്റേണലി അവർ തമ്മിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി. ഔറംഗസീബിന്റെ റിലീജിയസ് പോളിസീസും ഔറംഗസീബ് ഇതേ കണക്ക് സക്സഷനിൽ ഇന്റർഫിയർ ചെയ്യുന്നതും പിന്നീടുള്ള റൂളറിന് ആരാണെന്നുള്ള രീതിക്ക് ഇന്റർഫിയറൻസ് ചെയ്യുന്ന സമയത്ത് ഇത് റാത്തോഡ് റെബല്യന് കാരണമായി. ഇവിടെ അദ്ദേഹത്തിന്റെ ഒരു ഔറംഗസീബിന്റെ ഒരു റിലീജിയസ് ഒരു പോളിസി എന്ന് പറയുമ്പോൾ ഡിനൈങ് പീക്ക ടു അജിത് സിംഗ് ഓഫ് ജോധ്പൂർ, ഇതേപോലെ ഒരുപാട് പോളിസീസ് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത് റിലീജിയസ് ഫാനറ്റിക് ആയിട്ടുള്ള പോളിസീസ് ഉണ്ടായിരുന്നു. അപ്പൊ അതുവഴി റാത്തോഡ് റെബല്യൻ ഉണ്ടായി. ഇവിടെ രാജ ജയ്സിംഗ് 2 ആണ് ജയ്പൂർ അതുവഴി 1770 ഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്റേണൽ കോൺഫ്ലിക്ട്സ് കാരണം മറാത്തയുടെ ഡോമിനൻസും ശരിക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബാറ്റിൽ ഓഫ് പറ്റാൻ 1790 അത് എവിഡന്റ് ആണ്. ഭാരത്പൂർ ആൻഡ് ദ ജാറ്റ്സ് നോക്കും ആ റീജിയനെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഇത് പെസന്റ് റിവോൾട്ട് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോ ഗോഖ്ല, രാജരാമ ഇവരെല്ലാം മുഗളിന്റെ കാലഘട്ടത്തിൽ ഇപ്പോ ഇക്കണോമിക് ഇഷ്യൂ നമ്മൾ പറഞ്ഞപ്പോ പോലും ലാൻഡ് റവന്യൂ വളരെയധികം ലൈക് ടാക്സ് ആ റെജീം കൂടുതലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് എഗൻസ്റ്റ് നിൽക്കുന്ന റിവോൾട്ട് ആയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് ചുരാവൻ സിൻസിനി ഏരിയ 1704 ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. സൂരജ് മൽ 1753 to 63 ആണ് ജാത് പവർ കൂടുതലായിട്ട് ഡോമിനന്റ് ആയി വരാൻ സമയം വന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ഭാരത്പൂർ എന്ന ഏരിയ ഫോർട്ടിഫൈ ചെയ്ത് അവർ ടെറിട്ടോറിയൽ ബൗണ്ടറി ഉണ്ടാക്കിയെടുത്തു. അതേപോലെ തന്നെ ഡൽഹി ക്യാപ്ചർ ചെയ്തു 1753 പ്ലണ്ടർ ചെയ്തു. പിന്നീട് ആഗ്ര ക്യാപ്ചർ ചെയ്തു 1761. പക്ഷെ പിന്നീട് ഇദ്ദേഹത്തിന്റെ മരണശേഷം ഇത് ഡിക്ലൈൻ ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മറാത്ത കോൺഫെഡറസിയാണ്. ഇവിടെ റൈസ്, എക്സ്പാൻഷൻ, ഫാക്ഷണലിസം എല്ലാം സംഭവിക്കുന്നുണ്ട്. ഇവിടെ മറാത്താസ് എന്ന് പറയുമ്പോൾ തന്നെ ശിവാജിയാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ മറാത്ത എംപയർ 3 സ്ട്രക്ചറൽ ഫേസസിലൂടെ കടന്നു പോകുന്നുണ്ട് അണ്ട് പെഷ്വാസിന്റെ റൂൾസ്. ഫസ്റ്റ് എന്ന് പറയുന്നത് സെൻട്രൽ കൺട്രോൾ ആണ്. അവിടെ പെഷവാസ് വളരെയധികം ഡോമിനന്റ് ആയിട്ടുള്ള ഒരു ഫേസ് ആയിട്ട് പറയാം. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഒരു കോൺഫെഡറസി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അവർക്ക് ഈക്വൽ ആയിട്ടുള്ള പവർ കൊടുക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് ഫേസിൽ ഈ കോൺഫിഡൻസ് എല്ലാവരും പെഷവാനെ എക്ലിപ്സ് ചെയ്യുന്നതായിട്ട് ഇങ്ങനെ മറിച്ച് ഓവർ പവർ ചെയ്യുന്നതായിട്ട് കാണാം. അപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ബജിറാവു ആണ് ആദ്യം 1720 to 1740. ബജിറാവു 1 എന്ന് പറയുന്നത് നിസാമിനെ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട് ബാറ്റിൽ ഓഫ് പാൽഘട്ടില്. എന്നിട്ട് സൗത്തും സർദേശ് മുഖിയും സെക്യൂർ ചെയ്യാനായിട്ട് ബജിറാവു 1 സാധിക്കുന്നുണ്ട്. ഇത് മറാത്താസിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പിന്നീട് വരുന്നത് ബാലാജി റാവു ആണ്. അത് 1740 to 1761 ഇതിന്റെ കണ്ടിന്യൂവേഷൻ അടുത്ത സക്സസർ ആയി. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ പീക്ക് എക്സ്പാൻഷൻ ആണ് നടന്നത്.
ബംഗാളിനെ റെയ്ഡ് ചെയ്തു 1741 to 1751 ബാലാജി റാവു. അതേപോലെ ഒഡീഷയുടെ റവന്യൂ സെക്യൂർ ചെയ്യാനും ഇവർക്ക് ബാലാജി റാവുവിന് സാധിച്ചു. അതിനുശേഷം പോസ്റ്റ് പാനിപ്പത്തിന് ശേഷം ഈ കിൻഷിപ്പ് കോൺഫ്ലിക്ട്സ് എല്ലാം ഇങ്ങനെ തമ്മിൽ ഇഷ്യൂസ് വരുന്നത് കൊണ്ട് തന്നെ സെൻട്രൽ അതോറിറ്റി വളരെയധികം മറാഠാസിന്റെ വീക്ക് ആവാൻ തുടങ്ങി. ഇവിടെ മഹാജി സിന്ധ്യ ആർമീനെ മോഡേണൈസ് ചെയ്തു, അതാണ് ഡീബോർഡിനെ. അതേപോലെ ഷാ ആലം ടൂവിനെ റിസ്റ്റോർ ചെയ്യുകയും ഈ ഒരു കാലഘട്ടത്തിൽ ചെയ്യുന്നുണ്ട് 1784. എന്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷ് കൺട്രോൾ വരാൻ തുടങ്ങി എന്ന് വെച്ചാൽ നമ്മള് ബ്രിട്ടീഷ് അധികാരത്തിലേക്ക് വരാൻ കാരണം ആ ഒരു കാലഘട്ടത്തിൽ ഇന്റേണലി വളരെയധികം ഇഷ്യൂസ് അവർ തമ്മിൽ ഉണ്ടായിരുന്നു, പ്രോവിൻസസ് തമ്മിൽ. അത് കാരണം തന്നെയാണ്. അടുത്തെന്ന് പറയുന്നത് സിക്സ് ആണ്. സിക്സ് എന്ന് പറയുന്നത് ഒരു പീസ്ഫുൾ സെക്ടറിന് ഒരു മിലിറ്ററൈസ്ഡ് ഓർഡറിലേക്ക് അവരെ മാറി എന്നുള്ളത്, ആ ഒരു ചേഞ്ച് ആണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് പഠിച്ച പോലെ തന്നെ സിഖ് മുഗൾ റിലേഷൻ എവല്യൂഷൻ നോക്കുമ്പോൾ ഗുരു അർജുൻ ദേവ് ആദ്യം നമുക്ക് പറയാൻ പറ്റും. ജഹാംഗീർ എക്സിക്യൂട്ട് ചെയ്യുന്നത് 1605 അത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഗുരു ഹരിഗോവിന്ദ് സിംഗ് സെൽഫ് ഡിഫൻസിന് വേണ്ടി മിലിറ്ററൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. മിലിറ്ററൈസേഷൻ അതുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗുരു ഹരിഗോവിന്ദ് സിംഗിന്റെ കാലഘട്ടത്തിലാണ്. പിന്നീട് ഗുരു തേഗ് ബഹാദൂർ ആണ് വരുന്നത്. ബഹാദൂറിന്റെ കാലഘട്ടത്തിൽ പെസന്റ് റെസിസ്റ്റൻസിനെ വളരെയധികം എൻകറേജ് ചെയ്യുകയും, അതായത് ഇപ്പം മുഗൾസ് പെസന്റ് റെബല്യൻ ഒരുപാടധികം ലൈക്ക് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നല്ലോ മുഗൾസിന്. അപ്പം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് സിക്സ് ചെയ്യുന്നത്. അവർ ഈ പെസന്റ് റെസിസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്ത് എൻകറേജ് ചെയ്ത് ഇപ്പൊ ഗുരു തേഗ് ബഹാദൂറിന് കാലഘട്ടത്തിൽ ചെയ്തു. അതുകൊണ്ടാണ് ഔറംഗസീബ് 1675 ഗുരു ബഹാദൂറിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. പിന്നീട് ഗുരു ഗോവിന്ദ് സിംഗ് ആണ് വരുന്നത്. അപ്പോ ഈ ഒരു ഗുരു ഗോവിന്ദ് സിംഗിന്റെ കാലഘട്ടത്തിലാണ് ഖാൽസ പന്ത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ചെയ്യുന്നത്. അതേപോലെ റോയൽ സിംബൽസ് കുറച്ച് കൊണ്ടുവന്നു. ഇപ്പൊ പാദ്ഷ, കാൽഗി എന്നൊക്കെ പറയുന്ന റോയൽ സിംബൽസ് ഇൻട്രൊഡക്ഷൻ നടന്നതും ഗുരു ഗോവിന്ദ് സിംഗിന്റെ കാലഘട്ടത്തിലാണ്. പോസ്റ്റ് 1708 കാലഘട്ടത്തിലേക്ക് എടുക്കുമ്പോഴത്തേക്കും ബാണ്ട ബഹദൂറിന്റെ റെസിസ്റ്റൻസ് മൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റും സിക്സിന്റെ ഏരിയ. പക്ഷെ എക്സിക്യൂഷൻ ഓഫ് ബാണ്ട ബഹദൂർ നടക്കുന്നത് 1716 സമയത്താണ്. അടുത്തെന്ന് പറയുന്നത് മിസിൽസ. ഇവിടെ ഡാൽ ഖൽസ ഫോം ചെയ്യുന്നുണ്ട് 1748. ഇവര് ഓർഗനൈസ് ചെയ്യുന്ന 12 മിസിൽസ് ഉണ്ട്. ഇവര് റൂൾഡ് ഇൻഡിപെൻഡന്റ്ലി ഫ്രം ഒരു 1767 to 1799. ബിഫോർ ഈ രഞ്ജിത് സിംഗ് വന്ന് ഇതിനെ യുണൈറ്റ് ചെയ്യുന്നത് വരെ കുറച്ച് മിസിൽസ് ആയിട്ട് ഡിവൈഡഡ് ആയിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ഇവര്. അതായത് 1767 തൊട്ട് 1799 വരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡിവൈഡഡ് ആയിട്ട് റൂൾ ചെയ്യാനും ചെയ്തത്. പിന്നീട് രഞ്ജിത് സിംഗ് ഇവരെ യുണൈറ്റ് ചെയ്യുന്നത് കാണാം. അടുത്തൊരു ഇഷ്യൂ ആണ് ഫോറിൻ ഇൻവേഷൻസിന്റെ റാവേജസ് എന്ന് പറയുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് നാദിർ ഷായും അഹമ്മദ് ഷാ അബ്ദാലിയും. നാദിർ ഷായെ നോക്കുമ്പോഴത്തേക്കും മെയിൻ ആയിട്ട് മുഹമ്മദ് ഷായിനെ ബാറ്റിൽ ഓഫ് കർണാലിനെ ഡിഫീറ്റ് ചെയ്യുന്നതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് വരുന്നത്. അതുവഴി ഇപ്പം ഡൽഹി സാക്ക് ചെയ്തു. ആൻഡ് ഓൾസോ ഓർഡർഡ് മസാക്കർ ഫ്രം ഷാഹി സുനേരി മസ്ജിദ്. ആ ഒരു മസാക്കറിനെ ഓർഡർ ചെയ്താൻ കാരണമായിട്ട് നാദിർ ഷാനെ പറയാം. പിന്നെ അതേപോലെ നാദിർ ഷാ അടുത്ത് ലൂട്ട് ചെയ്ത കുറെ കാര്യങ്ങളുണ്ട്. പീകോക്ക് ത്രോൺ, അത് താക്കീത് ഹൗസ് ആൻഡ് കോഹിനൂർ എല്ലാം ലൂട്ട് ചെയ്തുകൊണ്ട് പോയത് നാദിർ ഷാ. അടുത്തത് ഇതേപോലെ തന്നെ കുറച്ച് ഏരിയാസ് അനക്സ് ചെയ്ത് സ്വന്താക്കിയിട്ടുണ്ടായിരുന്നു. അഫ്ഗാനിസ്ഥാൻ, കാശ്മീരിന്റെ റീജിയൻ, സിന്ധ് ആൻഡ് മുൾട്ടാൻ. മുഗൾ എംപയറിനെ കംപ്ലീറ്റ്ലി ആ ഒരു കാലഘട്ടത്തിൽ പാരലൈസ് ചെയ്യാൻ തന്നെ നാദിർ ഷായ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു, ഫോറിൻ ഇൻവേഡർ ആയിട്ട് വന്നിട്ട്. അടുത്തത് പറയുന്നത് അഹമ്മദ് ഷാ അബ്ദാലിയെ കുറിച്ചിട്ടാണ്. അപ്പോ ഇന്ത്യനെ 9 തവണയാണ് അഹമ്മദ് ഷാ അബ്ദാലി ഇൻവേഡ് ചെയ്തിരിക്കുന്നത്. ഏത് കാലഘട്ടത്തിലാണ്? 1747 തൊട്ട് 1769 വരെ. തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് നമ്മൾ എടുത്തു നോക്കിയാൽ പോലും തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് 1761 ആണ്. ഇവിടെ
മറാത്താസിനെ ഡിഫീറ്റ് ചെയ്യുന്നതിന് ലൈക്ക് അഹമ്മദ് ഷാ അബ്ദാലി ഉണ്ടായിരുന്നു. അലീഡ് വിത്ത് ആരൊക്കെയായിട്ട് നജീബുദ്ദൗളയും ഷുജാഉദ്ദൗളയായിട്ട് അലയൻസ് ഫോം ചെയ്തിട്ട് മറാത്താസിനെ ഡിഫീറ്റ് ചെയ്തു. മറാത്തസ് ഈ ഒരു കാലഘട്ടത്തിൽ സ്ട്രാറ്റജിക്കലി ലോസ് സംഭവിക്കാനായിട്ട് കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ലോക്കൽ അലീസ് ഉണ്ടായിരുന്നില്ല. രജ്പുത്സും ജാറ്റ്സും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല മറാത്താസിന്റെ കൂടെ. അതുകൊണ്ടാണ് ആ ഒരു ബാറ്റിൽ അവർ ലൂസ് ചെയ്യുന്നത്. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടേംസ് ആണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിച്ചിട്ടുള്ളതിൽ. ടേംസ് നമ്മളൊന്നും കൂടെ റിവൈസ് ചെയ്യുന്നതേ ഉള്ളൂ. ജിസിയ എന്ന് പറയുന്നത് മുസ്ലിം റൂളർ ഇമ്പോസ് ചെയ്യുന്ന ഒരു ടാക്സ് ആണ്. അത് നോൺ മുസ്ലിം സബ്ജക്ട്സിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഖിലാത്ത് എന്ന് പറയുന്നത് ഒരു റോബ് ഓഫ് ഓണർ എന്ന് പറയാം. ഇപ്പൊ മുഗളിന്റെ ഒരു ഫേവർ ആയിട്ടാണ് ഖിലാത്ത് കൊടുക്കുന്നതെന്ന് പറയുന്നത്. അതൊരു ഒരു ഓണറിന്റെ റോബായിട്ട് നമുക്കതിനെ കരുതാം. ഇനി പെഷ്കാഷ് എന്ന് വെച്ചാല് ഒരു ആനുവലി ഒരു ട്രിബ്യൂട്ട് ആയിട്ട് മുഗൾ എംപയറിന് കൊടുക്കുന്ന ഒരു കാര്യമാണ് പെഷ്കാഷ് എന്ന് പറയുന്നത്. അത് ഇപ്പൊ എന്താ ലെജിറ്റിമസിക്ക് കാണിക്കാനോ ഡോമിനൻസിനെ വീണ്ടും റീഇൻഫോഴ്സ് ചെയ്യാനും ഒക്കെ പറയാം. സച്ച പാച്ച എന്ന് പറയുന്നത് ടൈറ്റിലാണ്, എംപയറിന്റെ ടൈറ്റിൽ. 6 ട്രൂ കിങ് എന്ന് പറയുന്ന ഒരു പോർട്രയിൽ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഇംപ്ലൈങ് ദാറ്റ് മുഗൾസ് ഫോൾസ് റൂളേഴ്സ് ആണ് എന്നൊരു അസംഷൻ അവർക്കുണ്ടായിരുന്നു 6ന്. ഓഫ് കോഴ്സ് അവർ ഒപ്പോസിങ് പവേഴ്സ് ആയിരുന്നു. ഇത് ടീക്ക എന്ന് പറയുന്നത് ഫോർഹെഡിലെ മാർക്കിനെയാണ് പറയുന്നത്. ഇത് എംപറേഴ്സിന്റെ ഒരു പ്രിറഗേറ്റീവ് ആയിട്ട് പറയാം. രജ്പുത്തിന്റെ ഏരിയയിലാണ് വരുന്നത്. രജ്പുത്തിന്റെ സക്സഷൻ ലെജിറ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപറേഴ്സിന്റെ ഒരു പെറഗേറ്റീവ് ആയിട്ട് ഒരു മാർക്ക് ഓൺ ഫോർഹെഡ് ആണ് ടീക്ക. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിറ്റ് 19ന്റെ ഒരു റിവിഷൻ ആണ്. ഇവിടെ നമ്മൾ നോക്കുന്നത് 18th സെഞ്ചുറിയിൽ തന്നെ പിന്നീട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സെറ്റിൽമെന്റ്സ്, അതിന്റെ ഇൻട്രൊഡക്ഷൻ, അതെങ്ങനെയാണ് വരുന്നത്, കമ്പനി രാജ് എങ്ങനെ ഫോം ചെയ്യുന്നു, ആംഗ്ലോ ഫ്രഞ്ച് റൈവൽറി നടക്കുന്നു അതിനു മുന്നേ, പിന്നീട് ബ്രിട്ടീഷ് റീജിയണൽ സ്റ്റേറ്റ്സ് തമ്മിലുള്ള ആ ഒരു ഇന്ററാക്ഷൻ, പർട്ടിക്കുലർലി ബംഗാൾ ഔട്ട് മൈസൂർ മറാത്ത, പിന്നീട് ഇന്ത്യ ടു ചൈന ഓപ്പിയം ടീ ട്രേഡ്, അതൊക്കെയാണ് അനലൈസ് ചെയ്യുന്നത്. ലാസ്റ്റ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്തൊക്കെയാണ്, ഗ്ലോസറിയിൽ ടേംസ് എന്തൊക്കെയാണ് എന്നുള്ളതും ജസ്റ്റ് ഒന്നും കൂടി പറയും. അപ്പൊ ഇവല്യൂഷൻ ഓഫ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മൾ നോക്കുമ്പോഴത്തേക്കും പ്രസിഡൻസീസ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു എന്നുള്ളത് ആദ്യത്തെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. ഇവിടെ ആ ഒരു കാലഘട്ടത്തിൽ 1639 മദ്രാസില് ഫ്രാൻസിസ് ഡേ ആ സൈറ്റ് അറ്റൈൻ ചെയ്തിട്ട് ഫോർട്ട് സെന്റ് ജോർജ് മദ്രാസിൽ ബിൽഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ബോംബെയിൽ 1668 ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവർക്ക് ഗ്രാൻഡ് ആയിട്ട് ഈ ബോംബെ റീജിയൻ കൊടുക്കപ്പെടുന്നുണ്ടായിരുന്നു. $10 പ്രൈസ്. ഒറിജിനലി ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഡൗറി ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ചാൾസ് ടൂവിന് പോർച്ചുഗലിലാണ് ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നത് 1661. പിന്നീട് ഇത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഗ്രാൻഡ് ചെയ്യാണ് ബോംബെ. ഈ ഒരു റീജിയൻ ബോംബെ എന്ന് പറയുന്നത് ഇപ്പൊ ആദ്യം ഹെഡ് ക്വാർട്ടർ സൂറത്തിലായിരുന്നു. പിന്നീട് ആ ഹെഡ് ക്വാർട്ടർ റീപ്ലേസ് ചെയ്ത് ബോംബെയിലേക്ക് അവർ മാറ്റുന്നുണ്ട് 1687. കാൽക്കട്ടയാണ് അടുത്തൊരു ഇമ്പോർട്ടന്റ് പ്രോവിൻസ്. കാൽക്കട്ട 1690 to 1700 ആ ഒരു കാലഘട്ടത്തില് ആണ് മെയിൻ ആയിട്ട് പ്രോമിനന്റ് ആയിട്ട് ആ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. ഇവിടെ ജോബ് ചാർണോക്ക് ഇവിടെ ഫാക്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് സുത്തനുദ്ദി എന്ന് പറയുന്ന കാൽക്കട്ട റീജിയനിലേക്ക്. അപ്പൊ ഇവര് ജോബ് ചാർണോക്ക് ചെയ്തെന്ന് വെച്ചാൽ സാമന്താരി 3 വില്ലേജസിന്റെ സാമന്താരി ഒബ്റ്റെയിൻ ചെയ്യുകയും ചെയ്തു. ഫോർട്ടിഫൈഡ് ദ റീജിയൻ ആസ് ഫോർട്ട് വില്യം 1700 സമയത്ത്. അപ്പൊ ഈ മുഗൾ എംപയർ ഫ്രാഗ്മെന്റ് ആവുന്ന കാലഘട്ടത്തിൽ ഈ 3 പ്രോവിൻസസ്, അതായത് മദ്രാസ്, ബോംബെ, കാൽക്കട്ട, ഇവര് റീജിയണൽ പൊളിറ്റിക്സ് ഉപയോഗിച്ച് അവർ കൊമേഴ്ഷ്യൽ എൻക്ലേവ്സ് ആയിരുന്നു ശരിക്കും ആദ്യം. ട്രേഡ് റിലേഷൻസ് ആയിരുന്നു. പിന്നീട് അവർ പൊളിറ്റിക്കൽ പവേഴ്സ് അറ്റൈൻ ചെയ്യാണ് ചെയ്തത്.
യൂസ് ചെയ്യാണ് ചെയ്തത്. ഇനി ആംഗ്ലോ ഫ്രഞ്ച് റൈവൽറി ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത്. അപ്പൊ 3 കർണാട്ടിക് വാർസ് അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നടക്കുന്ന എന്താണ്, ഒരു കൊമേഴ്ഷ്യൽ മോണോപ്പൊളി സ്ട്രഗിളിൽ നിന്നും പൊളിറ്റിക്കൽ, അതായത് ട്രേഡിൽ നിന്നും എക്കണോമിക് ഒരു മോണോപ്പൊളി അറ്റൈൻ ചെയ്യുന്നതിൽ നിന്നും പെട്ടെന്നാണ് അത് പൊളിറ്റിക്കൽ വാർഫെയറിലേക്ക് ട്രാൻസിഷൻ ചെയ്ത് മാറിയത്. അത് യൂറോപ്യന്റെ കോൺഫ്ലിക്ട്സ്, യൂറോപ്പിൽ അതേസമയം നടക്കുന്ന കോൺഫ്ലിക്ട്സുമായിട്ട് വളരെയധികം ഇൻഫ്ലുവൻസ്ഡും ആയിരുന്നു. അപ്പൊ ഇത് 3 ഫേസസിൽ നമുക്ക് പറയാം. 3 ഫേസസ് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുമ്പോൾ അത് നമുക്ക് പെട്ടെന്ന് എഴുതാനായിട്ട് സാധിക്കും. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് 1746 to 1748 വരെയുള്ള ഫേസ്. അവിടെ ഓസ്ട്രിയൻ വാർ ഓഫ് സക്സഷൻ നടക്കുന്നുണ്ടായിരുന്നു. ആ ഓസ്ട്രിയൻ വാർ ഓഫ് സക്സഷൻ നടക്കുന്ന കാലഘട്ടത്തിൽ ഡൂപ്ലെ മദ്രാസ് ക്യാപ്ചർ ചെയ്തു. അപ്പൊ മദ്രാസ് ആ ഏരിയയിൽ ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് അത് വഴി ഒരു പ്രൊവോക്കിംഗ് സംഭവമായിരുന്നു. പിന്നീട് ബാറ്റിൽ ഓഫ് അഡിയാർ നടന്നു. അതുവഴി നേറ്റീവ് ആർമിയുടെ വീക്ക്നെസ്സസ് എല്ലാം തന്നെ അവർക്ക് മനസ്സിലായി. പിന്നീട് ഇത് എൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ട്രീറ്റി ഓഫ് ഏല ചാപ്പൽ വെച്ചിട്ടാണ് ഇത് എൻഡ് ചെയ്യുന്നത്, ഈ ആദ്യത്തെ കർണാട്ടിക് വാർ എന്ന് പറയുന്നത്, ആംഗ്ലോ ഫ്രഞ്ച്. രണ്ടാമത്തെ, അതായത് അതൊരു ഫ്രഞ്ച് ടേം ആണ്, ഐല ചാപ്പൽ. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് 1749 തൊട്ട് 54 വരെയാണ്. ഇവിടെ ഈ ഒരു കാലഘട്ടത്തിൽ സക്സഷന് ഇന്റർഫിയറൻസ്, കുറച്ച് സക്സഷൻ ഇന്റർഫിയറൻസസ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ കമ്പനി ബാക്ക് ചെയ്ത, അതായത് കമ്പനി സപ്പോർട്ട് ചെയ്യുന്ന റൈവൽസ് കർണാട്ടിക്കിലും ഹൈദരാബാദിലും ഉണ്ടായിരുന്നു. റോബർട്ട് ക്ലൈവിന്റെ സീജ് ഓഫ് ആർക്കോട്ട് നടക്കുന്നു 1751. അതൊരു ഇമ്പോർട്ടന്റ്. ഇത് ഈ സെക്കൻഡ് കർണാട്ടിക് വാർ എൻഡ് ചെയ്യുന്നത് പോണ്ടിച്ചേരി ആയിട്ടുള്ള ട്രീറ്റിയിലാണ് എൻഡ് ആകുന്നത്. തേർഡ് ബാറ്റിൽ തേർഡ് ഫേസ് ഓർത്തിരിക്കുന്ന എന്ന് പറയുന്നത് 1756 തൊട്ട് 1763 വരെ. ഇത് 7 years വാർ എന്ന് പറഞ്ഞ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ളൊരു കോണ്ടെക്സ്റ്റിലാണ് ഈ കർണാട്ടിക് വാർ നടക്കുന്നത്. ബാറ്റിൽ ഓഫ് വാൻഡിബോഷ് ആണ് ഇവിടെ ഈ ഒരു കാലഘട്ടത്തിന്റെ ഇമ്പോർട്ടന്റ് വാർ എന്ന് പറയുന്നത് 1760. ഇവിടെ ബ്രിട്ടീഷിലെ ഐറി കൂട്ട് ഫ്രഞ്ചിനെ ഡിഫീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അതുവഴി ഇപ്പൊ ബ്രിട്ടീഷ് ഫ്രഞ്ചിനെ ഡിഫീറ്റ് ചെയ്യുന്ന സമയം ട്രീറ്റി ഓഫ് പാരീസ് വരുന്നു. ട്രീറ്റി ഓഫ് പാരീസ് 1763 ഇമ്പോർട്ടന്റ് ആണ്. ഇത് എന്റെ ഫ്രഞ്ചിന്റെ പൊളിറ്റിക്കൽ ആസ്പിറേഷൻ എന്നില്ല. ശരിക്കും ഇത്, അതായത് ഫ്രഞ്ചും ബ്രിട്ടീഷും തമ്മിലുള്ള ആ ഒരു ഇക്കണോമിക് റൈവൽറിയുടെ ഭാഗമായിട്ടാണ് ഇവര് തമ്മിൽ അത് പിന്നീട് പൊളിറ്റിക്കൽ റൈവൽറി ആയിട്ട് മാറുന്നത്. അപ്പൊ ആ ഒരു ഡോമിനൻസ് വീണ്ടും ബ്രിട്ടീഷിലേക്ക് തന്നെ വരുന്നത് ഈ ഒരു ഫ്രഞ്ച് ഡിഫീറ്റിന് ശേഷമാണ്. അടുത്തത് ബംഗാളിന്റെ കാര്യമാണ്. ബംഗാൾ എന്ന് പറയുന്നത് ശരിക്കും ബ്രിട്ടീഷ് ഇന്ത്യയുടെ ടേണിംഗ് പോയിന്റ് ആയിട്ട് ബംഗാളിൽ സംഭവിച്ച ഇഷ്യൂസ് കാണാം. ഇവിടെ ഇതിന്റെ കോസസ് എന്ന് പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ദസ്തക്, അതായത് ഡ്യൂട്ടി ഫ്രീ പെർമിറ്റ്സ് കൊടുക്കാൻ തുടങ്ങി. അതുവഴി അത് അബ്യൂസ് ചെയ്യുന്നത് വഴി സ്റ്റേറ്റിന്റെ, ബംഗാളിന്റെ ട്രഷറിനെ ഇത് ബാധിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇതിൽ ഇന്റർഫിയർ ചെയ്യുന്നത് കാരണം സ്റ്റേറ്റ് ട്രഷറിനെ അഫക്ട് ചെയ്യാൻ തുടങ്ങി. അൺഓതറൈസ് ആയിട്ട് കാൽക്കട്ടയെ ഫോർട്ടിഫൈ ചെയ്യാൻ തുടങ്ങി ആര്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അപ്പം അതിന് എഗൻസ്റ്റ് ആയിരുന്നു സിറാജുദ്ദൗള. അപ്പൊ ഇത് ശരിക്കും സിറാജുദ്ദൗളനെ വളരെയധികം ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു ഫാക്ടർ ആയിട്ട് പറയാൻ പറ്റും. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ബാറ്റിൽ ഓഫ് പ്ലാസി, ബാറ്റിൽ ഓഫ് ബക്സർ വരുന്നത്, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. ബാറ്റിൽ ഓഫ് പ്ലാസി 1756-7 എന്ന് പറയുന്നത് റോബർട്ട് ക്ലൈവ് ഫാക്ഷണലിസം ഉപയോഗിച്ചു, അതേപോലെ മിർജാഫറിനെയും ഡ്രൈവ് ചെയ്തെടുത്ത് അതിന്റെ വെൽത്തി ലൈക് ജാഗത് സ്റ്റേറ്റ്സിനെയും അവരുടെ സൈഡിലോട്ട് ആക്കിയിട്ടാണ് ശരിക്കും ഈ ഒരു ബാറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് സിറാജുദ്ദൗളനെ ഡിഫീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. എന്നിട്ട് ലാസ്റ്റ് ഇതിന്റെ എൻഡ് പോയിന്റിൽ എന്താ സംഭവിച്ചത്? മിർജാഫറിനെ പപ്പറ്റ് റൂളർ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്തു. കീ പോയിന്റ്സ് ആണ് പറഞ്ഞു പോകുന്നത്. ബാറ്റിൽ ഓഫ് ബക്സർ 1764 എടുക്കാം. അപ്പൊ ബാറ്റിൽ ഓഫ് ബക്സർ എടുക്കുന്ന സമയത്ത് മിർ ഖാസിം അഡ്മിനിസ്ട്രേഷനെ റിഫോം ചെയ്യാണ് ചെയ്തത്. പക്ഷെ ഈ ദസ്തക്കിൽ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ദസ്തക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഡ്യൂട്ടി ഫ്രീ പെർമിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് എഗൻസ്റ്റ് ആയിരുന്നു മിർ ഖാസിം
ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് ബാറ്റിൽ ഓഫ് ബക്സർ നടക്കുമ്പോൾ മിർ ഖാസിമും ഔദും ഷാ ആലം കൂടി ലൈക് കമ്പൈൻഡ് ആയിട്ടാണ്, ഔദിന്റെ ലീഡർ കമ്പൈൻഡ് ആയിട്ടാണ് ഹെക്ടർ മുൻറോ ഡിഫീറ്റ് ചെയ്യുന്നത്. പിന്നീട് ട്രീറ്റി ഓഫ് അലഹബാദിനെ കുറിച്ച് പറയാൻ വിട്ടുപോയി. 1765 ഇത്. ഈ ഒരു ട്രീറ്റിക്ക് ശേഷമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ദിവാനി റൈറ്റ്സ് കിട്ടുന്നത് ബംഗാളിലെ. അപ്പം ഇവിടെ ഈ ഒരു ട്രീറ്റി കാരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് റവന്യൂവിന്റെ കൺട്രോൾ കിട്ടി ബംഗാളിൽ. അതേപോലെ തന്നെ ബംഗാളിന്റെ നവാബിന്റെ ജസ്റ്റ് ഒരു പപ്പറ്റായി മാറുകയും ചെയ്തു. ഫുൾ അതോറിറ്റി ആർക്ക് ട്രാൻസ്ഫർ ആയി? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ദിവാനി റൈറ്റ്സ് കിട്ടി. പിന്നീട് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഔദും മൈസൂറും. ഇവരെങ്ങനെയാണ് ഇപ്പോ ഔദ് എന്ന് പറയുന്നത് എങ്ങനെയാണ് അവരൊരു ബഫർ സ്റ്റേറ്റ് ആയിട്ട് ഉപയോഗിച്ചത്? ശരിക്കും അഫ്ഗാൻസിനും മറാത്തേഴ്സിനും എഗൻസ്റ്റ് ഒരു ബഫർ സ്റ്റേറ്റ്, ഒരു ഇടയ്ക്കുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിട്ടാണ് ഔദിനെ അവർ കണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് ഒരാൾ നിൽക്കുമ്പോഴത്തേക്കും ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് പോലെയാണല്ലോ. അങ്ങനെയാണ് ഔദിനെ അവർ കൺസിഡർ ചെയ്തിരുന്നത്. അപ്പൊ ഇതുവഴി ഇപ്പോൾ ട്രീറ്റി ഓഫ് ബനാറസ് 1773, 1775 ഇതുവഴി ബ്രിട്ടീഷ് ട്രൂപ്പിന് ഹെവി സബ്സിഡീസ് കൊടുക്കാനായിട്ട് തുടങ്ങി. 1801 നടന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് റിച്ചർഡ് വെൽസ്ലി അവിടെ സബ്സിഡിയറി അലയൻസ് ഇമ്പോസ് ചെയ്യുന്നുണ്ട്. ഫെർട്ടൈൽ ലാൻഡ്സ്, കുറെ റീജിയണിലെ ഫെർട്ടൈൽ ലാൻഡ്സ് അക്വയർ ചെയ്ത്, അതിലൊരു എക്സാമ്പിൾ ആണ് റോഹിൽഖണ്ഡ് എക്സാമ്പിൾ. പിന്നെ മൈസൂരിലേക്ക് വരുമ്പോൾ ഹൈദർ അലി, ടിപ്പു സുൽത്താൻ. ഫ്രഞ്ച് ആർമി മോഡേണൈസ് ചെയ്യുന്നുണ്ടായിരുന്നു വിത്ത് ഹെൽപ്പ് ഓഫ് ഫ്രഞ്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത്. ഈ ആംഗ്ലോ മൈസൂർ വാർസ് ആ സമയത്ത് നടക്കുന്നുണ്ടായിരുന്നു. സൈമൾട്ടേനിയസ്ലി ആ എറയിൽ തന്നെയാണ് നടക്കുന്നത്. അപ്പൊ ഇറ്റ് എൻഡഡ് വിത്ത് ടിപ്പു സുൽത്താന്റെ ഡെത്ത് അറ്റ് സെറിംഗപട്ടണം 1799. ഈ ടെറിട്ടറി, ഇതിന്റെ ഭാഗമായിട്ട് ടെറിട്ടറി ഡിവൈഡ് ചെയ്യപ്പെട്ടു. കോറ് ഗുഡയാസിന് കൊടുക്കുകയാണ് ചെയ്തത്. സബ്സിഡിയറി അലയൻസ് വഴി കുറച്ച് അതോറിറ്റി കൊടുക്കപ്പെട്ടു. അടുത്തത് നോക്കാൻ പോകുന്നത് മറാത്താസിനെയാണ്. ഈ ഒരു ഇതില് കിൻഷിപ്പ് കോൺഫ്ലിക്റ്റിൽ ഇന്റർവെൻഷൻ നടക്കുന്നുണ്ട്. ആംഗ്ലോ മറാത്ത വാർസ് നടക്കുന്നുണ്ട്. ഇവിടെ ഫസ്റ്റ് വാർ എന്ന് പറയുന്നത് 1775 തൊട്ട് 1782 വരെ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവര് തമ്മിലുള്ള ഇപ്പൊ സക്സഷൻ കോൺഫ്ലിക്റ്റില് ഇന്റർവീൻ ചെയ്തു. അങ്ങനെയാണ് അവര് ശരിക്കും പറഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യായിരുന്നു ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി. രഘുനാഥ് റാവുയുടെ അപ്പീൽ ട്രീറ്റി ഓഫ് സൂറത്ത് വഴി അപ്പീല് സ്വീകരിക്കുകയും ചെയ്തു. അപ്പൊ ഇത് ശരിക്കും ട്രീറ്റി ഓഫ് സൽബായിലാണ് ഫസ്റ്റ് മറാത്ത വാർ എന്ന് പറയുന്നത് എൻഡ് ചെയ്യുന്നത്. സെക്കൻഡ് വാറും ട്രീറ്റി ഓഫ് ബസൈനും 1802 വരുന്നത്. ഇവിടെ ഇന്റേണൽ മറാത്തയുടെ ഡിസ്യൂണിറ്റി കാരണം ബ്രിട്ടീഷിന് പെഷ്വ ബജിറാവു ടൂവിനെ സബ്സിഡിയറി അലയൻസിലേക്ക് ഫോഴ്സ് ചെയ്ത് വരുത്തേണ്ടതായിട്ടുള്ള ആവശ്യകത വന്നിട്ടുണ്ടായിരുന്നു. തേർഡ് വാർ നമ്മൾ നോക്കുമ്പോൾ 1817 തൊട്ട് വരെയാണ് വരുന്നത്. വാരൻ ഹാസ്റ്റിങ്സ്. അപ്പോ വാരൻ ഹാസ്റ്റിങ്സ് ഈ പെഷ്വയുടെ ഓഫീസിനെ കംപ്ലീറ്റ് ആയിട്ട് അബോളിഷ് ചെയ്തു തേർഡ് മറാത്ത വാറിൽ. എന്നിട്ട് ഈ ടെറിട്ടറീസിന്റെ എല്ലാം, മറാത്തന്റെ ടെറിട്ടറീസിനെ എല്ലാം ബോംബെ പ്രസിഡൻസിയിലോട്ട് മാറ്റുകയും ചെയ്തു. ഇനി കമ്പനി രാജ് എങ്ങനെയാണ് ഫോം ചെയ്തതെന്ന് നമുക്കൊന്ന് ബ്രീഫായിട്ട് റിവൈസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ അഡ്മിനിസ്ട്രേഷൻ മൊത്തത്തിൽ റീസ്ട്രക്ചർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഡുവൽ ഗവൺമെന്റ് ഇപ്പോൾ 1765 തൊട്ട് 1772 വരെ ഉള്ള കാലഘട്ടത്തിൽ എന്താണ് ചെയ്തത്? റോബർട്ട് ക്ലൈവ് ഇൻട്രൊഡ്യൂസ് ചെയ്ത കാര്യമാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ആദ്യം ദിവാനി റൈറ്റ്സ്, റവന്യൂ ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ നവാബ് ഹെൽഡ് ഇൻ സിവിൽ അഡ്മിനിസ്ട്രേഷൻ. ഇപ്പോ റവന്യൂയുടെ കാര്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും നിസാമത്ത് അതായത് സിവിൽ കാര്യങ്ങളെല്ലാം നവാബുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇതുവഴി ഒരുപാടധികം എക്സ്പ്ലോയിറ്റേഷൻ നടന്നു. അങ്ങനെ ബംഗാൾ ഫെമൈൻ നടക്കുന്നതും ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഫെമൈൻ ആണ് ഇവരുടെ എക്സ്പ്ലോയിറ്റേഷൻ കാരണം. രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് പറയുന്നത് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ആണ്. അപ്പൊ ഇതുവഴിയാണ് ബ്രിട്ടീഷ് പാർലമെന്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനീനെ റെസ്ട്രിക്ട് ചെയ്യുന്നത്. അവരുടെ ഈ കംപ്ലീറ്റ് ഇവരെ ഈവൻ എക്കണോമിക് അതോറിറ്റി ആസ് വെൽ ആസ് ഇതുവഴി പ്രൈവറ്റ് ട്രേഡിനെയോ ബ്രൈബ്സ്
അവർ കൊടുക്കുന്നതിനെയോ എല്ലാം പ്രൊഹിബിറ്റ് ചെയ്ത ബ്രിട്ടീഷ് പാർലമെന്റ് ഡയറക്റ്റ് ഇന്റർഫിയർ ചെയ്യുന്നത് 73-ലാണ്. ലാസ്റ്റ് വരുന്നത് പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784 ആണ്. അപ്പൊ പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784 ശരിക്കും ചെയ്തത് പൊളിറ്റിക്കൽ അഫയേഴ്സും കൊമേഴ്ഷ്യൽ അഫയേഴ്സും സെപ്പറേറ്റ് ചെയ്തു. അത് അതായത് ബ്രിട്ടീഷിന്റെ ഇവിടെ ബോർഡ് ഓഫ് കൺട്രോളും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും അങ്ങനെ രണ്ടാക്കി ഡിവൈഡ് ചെയ്തു. ഇങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ടെറിട്ടറീസിനെ എല്ലാം ബ്രിട്ടീഷ് പൊസഷൻസ് ആക്കി അവര് പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784 മാറ്റുകയാണ് ചെയ്തത്. അപ്പൊ ഈ കമ്പനി രാജ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇവരുടെ ഇന്റീരിയർ പോളിസീസ് ഉണ്ടായിരുന്നു, മിലിറ്ററി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. സ്ട്രാറ്റജിക് പോളിസീസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന പോയിന്റ്സ് റിംഗ് ഫെൻസ് പോളിസിയാണ്. വാരൻ ഹാസ്റ്റിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പോളിസിയാണ്. എന്നിട്ട് ഇതുവഴി കുറച്ച് ബഫർ സോൺ ഇവർ ക്രിയേറ്റ് ചെയ്യും. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബോർഡർ വരുന്ന സ്ഥലത്തിന്റെ ലൈക്ക് ഇടയ്ക്ക് വരുന്ന സ്ഥലങ്ങൾ, ശത്രുക്കളിൽ നിന്നും ഇടയ്ക്ക് വരുന്ന സ്ഥലങ്ങൾ കുറച്ച് ബഫർ സോൺ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ് ആ ഒരു പോളിസി. പിന്നീട് സബ്സിഡിയറി അലയൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അത് വെൽസ്ലി ആണ് പറയുന്നത്. ഇപ്പൊ റൂളേഴ്സിന് സബ്സിഡി കൊടുക്കണം, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ട്രൂപ്സിന് സ്വന്തം ആർമി ഡിസ്ബാൻഡ് ചെയ്യണം. അതാണ് അതിന്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, സബ്സിഡിയറി അലയൻസ് എന്ന് പറയുന്നത്. അവരുടെ ആർമിയില്ല, അവർക്ക് സബ്സിഡി ഇവർക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാം. ബാക്കിയുള്ള യൂറോപ്യൻ സിനെ ആയിട്ട് ഒരു ട്രേഡും ഒരു ഇതും പാടില്ല എന്നുള്ളതും പോയിന്റ് ആണ്. ഫോറിൻ പോളിസി ഓഫ് ആ ഒരു പർട്ടിക്കുലർ പ്രോവിൻസ് എന്ന് പറയുന്നതിനെയും ട്രാൻസ്ഫർ ചെയ്യണം, എന്നിട്ട് അവർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുക്കണം. മിലിറ്ററി എവല്യൂഷൻ നോക്കുമ്പോൾ മേജർ സ്ട്രിഞ്ചർ ലോറൻസ് ആണ് ആദ്യം. ഇന്ത്യൻ ആർമിയുടെ ഫാദർ എന്ന് പറയുന്നത് സ്ട്രിഞ്ചർ ലോറൻസ് ആണ്. യൂറോപ്യൻ ലൈൻസിൽ ഡിസിപ്ലിൻ ചെയ്തിട്ട് ട്രൂപ്സിനെ നിർത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. ഇനി ആർമി ഹെവിലി സെപ്പോയ്സ്, അതായത് സെപ്പോയ് എന്ന് വെച്ചാൽ ഇന്ത്യൻ ഇൻഫൻട്രി ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇന്ത്യൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു അവർ. അലയൻസ് സിസ്റ്റം ഫോം ചെയ്തത് കാരണം, കമ്പനി ഫോം ചെയ്തത് കാരണം ലോക്കൽ റൂളേഴ്സ് യൂറോപ്യൻ മെർസിനറീസിനെ ഒന്നും ഹയർ ചെയ്യുന്നില്ലെന്ന് അവർക്ക് ഉറപ്പുവരുത്താനായിട്ട് പറ്റി. വേറെ ആരുമായിട്ടും അലയൻസ് ഫോം ചെയ്യുന്നില്ലെന്നും ഹയർ ചെയ്യുന്നില്ലെന്നും ഉറപ്പുവരുത്തുന്നത് വഴി കൂടുതൽ അവർ കോഷ്യസ് ആയിട്ടുള്ള ഒരു ഇവല്യൂഷൻ നടത്താനായിട്ട് സാധിച്ചു മിലിറ്ററിക്ക്. ഇനി ഫ്രം ഇന്ത്യ ടു ചൈന, ഒപ്പിയം ആൻഡ് ടീ. അപ്പോ ഈ ട്രേഡ് പാറ്റേണിൽ ഉണ്ടായ ഷിഫ്റ്റ് എങ്ങനെയൊക്കെയാണ്? ട്രേഡ് ട്രാൻസ്ഫോർമേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ 17 to 18 സെഞ്ചുറിയിൽ ഇന്ത്യൻ ടെക്സ്റ്റൈൽസ്, ഇപ്പൊ ചിൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ പ്രൊഡക്ഷൻ ആണ്. അത് ബ്രിട്ടീഷ് ഇൻഡസ്ട്രീനെ ഈ കാലഘട്ടത്തിൽ വളരെയധികം ത്രെട്ടൺ ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം അത് അത്രയും ഗുഡ് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ വന്ന സമയത്ത്. അപ്പൊ കാലിക്കോ ആക്ട് 1720 ഇതിൽ വരുന്ന സമയത്തും ഇതിന് എഗൻസ്റ്റ് ആയിട്ട് ഇപ്പൊ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അതിന്റെ ഭാഗമായിട്ടൊക്കെ അതിന്റെ ഒരു കാലഘട്ടം ആയിരുന്നല്ലോ അപ്പൊ ചീപ്പായിട്ടുള്ള മെറ്റീരിയൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇന്ത്യൻ ക്ലോത്തിനുമായിട്ട് ഡിപ്പെൻഡന്റ് ആയിരുന്ന ബ്രിട്ടൻ ലൈക്ക് അതിനെ മാറുകയാണ്, ആ ഒരു ചേഞ്ച് സംഭവിച്ചു. നോ ലോങ്ങർ ബ്രിട്ടൻ ഇസ് റിലയന്റ് ഓൺ ഇന്ത്യയുടെ ക്ലോത്ത്. രണ്ടാമത്തെന്ന് പറയുന്നത് ചൈന പ്രോബ്ലം ആണ്. ഹൈ ഡിമാൻഡ് ഫോർ ചൈനീസ് ടീ യൂറോപ്പിലൊക്കെ ഉണ്ടായി. പക്ഷെ അതായത് ചൈനയുടെ ഗവൺമെന്റ് എന്ന് പറയുന്നത് സിൽവർ മാത്രമേ അക്സെപ്റ്റ് ചെയ്തുള്ളൂ ലൈക്ക് ഇൻ റിട്ടേൺ ഫോർ ടീ കൊടുക്കുന്നതിന്. അപ്പൊ അതൊരു ഇഷ്യൂ ആയിട്ട് അവർക്കുണ്ടായി. അപ്പൊ ഒപ്പിയം സൊല്യൂഷൻ ആണ് ഇവർ കണ്ടത്. ഇപ്പൊ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തു എന്ന് വെച്ചാല് ബംഗാളിന്റെ റീജിയനിൽ വരും, ബംഗാൾ മാൽവ പാറ്റ്ന, ഫോഴ്സ്ഫുള്ളി ഓപ്പിയം കൾട്ടിവേറ്റ് ചെയ്യപ്പെട്ടു. അതായത് ക്യാഷ് ക്രോപ്പ് ആയിട്ടുള്ള ഒരു ഇത് കൾട്ടിവേറ്റ് ചെയ്യപ്പെട്ടു. എന്നിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇത് ചൈനയിലോട്ട് സ്മഗിൾ ചെയ്തു. അപ്പൊ അതുവഴി ട്രേഡ് ഡെഫിസിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒപ്പിയം വാർ നടക്കുന്നതെന്നുള്ളത്. ശരിക്കും ഒപ്പിയത്തെ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വാർ ആയിരുന്നു ഈ ഒരു ഒപ്പിയം വാർ എന്ന് പറയപ്പെടുന്നത്. ഇവിടെ അതിന്റെ ഭാഗമായിട്ട് ട്രീറ്റി ഓഫ് നാൻജിങ് 1842 അതുവഴി ഹോങ്കോങ്ങിനെ ഡിവൈഡ് ചെയ്ത് സീഡ് ചെയ്ത് മാറ്റുന്നത് നമുക്ക് കാണാം. അതിൽ കിട്ടുന്ന പ്രോഫിറ്റ്സ് വഴി, അതായത് ഈ ഓപ്പിയം സെല് ചെയ്യുന്ന അതിന്റെ പ്രോഫിറ്റ്സ് വഴിയാണ്
ടീയും സിൽക്കും ഒക്കെ പർച്ചേസ് ചെയ്തിരുന്നത് ബ്രിട്ടീഷ്. അപ്പൊ ഇതിലെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്തൊക്കെയാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്നത്, പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്നത് ചിങ്സ് പറഞ്ഞു. ക്ലോത്ത് ആണ് ഇന്ത്യയുടെ. അത് വെരിഗേറ്റഡ് ആയിട്ടുള്ള ഹാൻഡ് പെയിന്റഡ് ആയിട്ടുള്ളതും ബ്ലോക്ക് പ്രിന്റഡും ആയിട്ടുള്ള നല്ല ഗുഡ് ക്വാളിറ്റി കോട്ടൺ ഫേബ്രിക് ആണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നാച്ചുറൽ ഡൈസും ആണ്. അപ്പോ ഇത് യൂറോപ്പിലെ ഒരു കാലഘട്ടത്തിൽ വളരെയധികം പോപ്പുലർ ആയിട്ട് വന്നു. പക്ഷെ അതിനുശേഷം ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സംഭവിച്ചതിന് ശേഷം അത് മാറുന്നതായിട്ട് കാണാം. അടുത്തത് ദദാനി സിസ്റ്റം. അപ്പൊ ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നതിൽ മെർച്ചൻസ് ആയിട്ടുള്ള ദദാന്റെ മെർച്ചൻസ് അഡ്വാൻസ് ആയിട്ട് കുറച്ച് പേയ്മെന്റ്സ് ആർക്ക് കൊടുക്കും? അതായത് ഈ ദദൻ എന്നാണ് അഡ്വാൻസ് പേയ്മെന്റ് എന്ന് പറയുന്നത്. അതിനെ ആർട്ടിസൻസിന് കൊടുക്കും ടെക്സ്റ്റൈൽ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ മുൻകൂട്ടി ഒരു അഡ്വാൻസ് കൊടുത്തിടുക എന്ന് പറയത്തില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നീട് സെപ്പോയ് ആണ്. സെപ്പോയ് ശരിക്കും ആംഗ്ലിസൈസ്ഡ് ആയിട്ടുള്ള ലൈക്ക് ഇംഗ്ലീഷ് ഒരു വെർഷൻ ഓഫ് പെർഷ്യന്റെ സിപ്പാഹി. നമ്മൾ സിപ്പാഹി എന്ന് പറയുന്ന സോൾജർ എന്ന് പറയുന്നതിന്റെ ആംഗ്ലിസൈസ്ഡ് ഇംഗ്ലീഷ് വെർഷൻ ആണ് സെപ്പോയ് എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയുടെ നേറ്റീവ് ആയിട്ടുള്ള ഇൻഫെൻട്രീനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയുടെ ഇൻഫെൻട്രി ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ ഉണ്ടായിരുന്നവരെയാണ് സെപ്പോയ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ മെയിൻലി പഠിച്ചത് എന്താന്ന് വെച്ചാൽ മുഗളുടെ ഡിസിന്റഗ്രേഷൻ, ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് പറഞ്ഞു പോയത്. മുഗളുടെ ഡിസിന്റഗ്രേഷൻ എങ്ങനെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്? സെൻട്രൽ അതോറിറ്റി കൊളാപ്സ് ചെയ്യപ്പെട്ടു. ഈ പ്രിൻസസ് അവരെ ഏലിയനേഷൻ അവർക്കുണ്ടായി. അവര് ലൈക്ക് വീക്ക് പപ്പറ്റ് റൂളേഴ്സ് ആയിരുന്നു. ഇന്റൻസ് ആയിട്ടുള്ള കോർട്ട് റൈവൽറി, പവർ ഡിസെൻഷൻ അതിന്റെ അകത്ത് തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ഫോറിൻ ഇൻവേഷൻ ഒരുപാട് നടക്കുന്നുണ്ടായിരുന്നു വിത്ത് നാദിർ ഷാ, അഹമ്മദ് ഷാ അബ്ദാലി, ഇവരെയാണ് പറഞ്ഞത്. പിന്നീട് റീജിയണൽ സ്റ്റേറ്റ്സിന്റെ റൈസ് എങ്ങനെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്? ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ സക്സസർ സ്റ്റേറ്റ്സ് ബംഗാൾ, അവധ്, ഹൈദരാബാദ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു ഏരിയയിൽ വരുന്ന പോയിന്റ്സ് പറഞ്ഞു. ഓട്ടോണോമസ് പവേഴ്സ് ആയിട്ടുള്ള മറാത്ത, സിഖ്സ്, ജാട്സ് ഇതിനെ കുറിച്ച് പറഞ്ഞു. പിന്നീട് വരുന്നത് ബ്രിട്ടീഷിന്റെ പാരമൗണ്ട്സ്, അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എങ്ങനെയാണ് അധികാരത്തിലേക്ക് വരുന്നത്? ഈ ഒരു അതായത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ലോക്കൽ ഡിസ്യൂണിറ്റി, അവർ തമ്മിലുള്ള ഇന്റേണൽ ഫ്രിക്ഷൻ, അതെല്ലാം ഉപയോഗിച്ച് മിസ്യൂസ് ചെയ്തിട്ടാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരത്തിലേക്ക് വന്നത്. വളരെ ഡിസൈസീവ് ആയിട്ടുള്ള കുറച്ച് ബാറ്റിൽസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ബാറ്റിൽ ഓഫ് ബക്സർ, ബാറ്റിൽ ഓഫ് പ്ലാസി, മറാത്താടെ വാർ. അതേ കാലഘട്ടത്തിൽ തന്നെ മൈസൂറിന്റെ വാർസ് നടക്കുന്നു. ഇപ്പൊ ഡുവൽ ഗവൺമെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ബ്രിട്ടീഷ് അവര് തന്നെ നവാബ് എന്ന് പറഞ്ഞിട്ടും ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റവന്യൂവിന്റെ ഹെഡായിട്ടും അവർ തന്നെ വരുന്നു. റിംഗ് ഫെൻസ് പോളിസി കൊണ്ടുവരുന്നു. ബഫർ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു അവരുടെ ടെറിട്ടറീസ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ സബ്സിഡിയറി അലയൻസ് ഫോഴ്സ്ഫുള്ളി പ്രോവിൻസസിലേക്ക് അടിച്ചേൽപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഇവർ കമ്പനി രാജ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത്രയാണ് നമ്മൾ 18th സെഞ്ചുറിയുടെ ആ ഒരു ട്രാൻസിഷനിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇതിന്റെ ഒരു കീ പോയിന്റ്സ് ആണ് പറഞ്ഞു പോയിട്ടുള്ളത്. ഓക്കെ, ഇനി ബാക്കി അടുത്ത തീം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം, റിവൈസ് ചെയ്യാം.